ഹായ് ഓൾ, വെൽക്കം ടു എംഫേവർ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. സോ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സും ഇപ്പോൾ ആദ്യം നമ്മൾ തുടക്കത്തിൽ പോസിറ്റീവ് നമ്പേഴ്സിനെ കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനുശേഷം നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് വന്നു. ഓരോ ക്ലാസ് നമ്മൾ വരുമ്പോഴാണ് അപ്പം നമ്പേഴ്സ് നമ്മൾ പഠിച്ചപ്പോൾ തുടക്കത്തിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ലൈനിൽ ഡിനോട്ട് ചെയ്തിട്ടാണ് നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ജസ്റ്റ് ഒരു ലൈൻ ഡിനോട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 0 എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതായത് നമ്മൾ 0 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഒരു ടൈപ്സ് ഓഫ് നമ്പറാണ്, അനദർ ടൈപ്പാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. സോ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം 1, 2, 3, 4 ഇങ്ങനെ വാല്യൂ ഇൻക്രീസിങ് ഓർഡറിലാണ് പോകുന്നത്. 0 കഴിയുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പം ആ നമ്പേഴ്സ് എല്ലാം ഇൻക്രീസിങ് ഓർഡറിലാണ് പോകുന്നത്. നെക്സ്റ്റ് പറയുവാണെങ്കിൽ 0ക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ളതെല്ലാം, അതായത് 0യേക്കാൾ ചെറുതായ നമ്പേഴ്സ് ആണ് മൈനസ് വാല്യൂ വരുന്നത്. അപ്പോൾ -1, -2, -3 അങ്ങനെ പോകുന്നു. ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്, ഇവിടെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വാല്യൂസ്, അതായത് ഇപ്പോൾ 1നേക്കാൾ കൂടുതലാണ് 2, അപ്പോൾ ഇൻക്രീസിങ് ഓർഡറാണ്. ഇവിടെ ഇൻക്രീസിങ് ഓർഡറാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഡിക്രീസിങ് ഓർഡറാണ്. -2 ആണ് വലുത് -3യേക്കാൾ. കാരണം ഈ ഒരു ഇതിലേക്ക് പോകുമ്പോൾ, കാരണം 0യേക്കാൾ വാല്യൂ കുറയുമ്പോഴാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിമിലർലി ഇപ്പോൾ 1നും 2നും ഇടയ്ക്ക് ഒരു നമ്പർ ഉണ്ട്. കുറേ നമ്പേഴ്സ് ഇവിടെ വരും. നമ്മൾ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡെസിമൽസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ 0ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പറാണ് 0, ബിറ്റ്വീൻ 0 ആൻഡ് 1 നമുക്ക് പറയാം 1/2 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് എഴുതാം, 0.5 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ നമ്പറാണ്. ഇനി അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്നല്ല, നമുക്കിതിനെ ഇൻറ്റിജേഴ്സ് എന്ന് കുറച്ച് പേരൊക്കെ അറിയാമായിരിക്കും. ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് അതിൽ 0യും പോസിറ്റീവും നെഗറ്റീവും എല്ലാ നമ്പേഴ്സും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഇൻറ്റിജേഴ്സിൽ 0യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ളത്, അതായത് പോസിറ്റീവ് സൈൻസ് ഉള്ളതെല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സും, 0യേക്കാൾ ചെറുതായ നമ്പേഴ്സ്, അതായത് നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നും പറയുന്നു. ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ കുറച്ചൊരു കോംപ്ലക്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ റൂട്ട് എടുക്കുകയാണ്. കോംപ്ലക്സ് നമ്പർ നമ്മൾ ചില ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുമ്പോൾ ഇടയ്ക്കൊരു പ്രോബ്ലമായിട്ടൊക്കെ ചിലപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ വന്നിട്ടല്ലാതെ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിൽ വരുമ്പം നമുക്കറിയാം √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 പ്ലസ് ആകാം മൈനസ് ആകാം. പക്ഷേ √-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ ഇല്ല. അതായത് പോസിറ്റീവ് നമ്പേഴ്സിന് നമുക്ക് റൂട്ട് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പം അതിനൊരു സ്ക്വയർ റൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ നമുക്ക് ഇതുവരെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. സോ നമ്മളിവിടെ പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് I എന്ന് ഡിനോട്ട് ചെയ്യാം. I എന്ന് ഡിനോട്ട് ചെയ്ത് ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ്, അതായത് കോംപ്ലക്സ് നമ്പർ എന്ന് ഇതിനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കണ്ടു ഞാൻ ഇതിനെ I എന്ന് പറഞ്ഞു, കാരണം ഈ ഒരു -1ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നതിന് സ്പെസിഫിക്കലി ഒരു വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ I എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിലെ വൺ ഓഫ് ദി ബേസിക് പോയിന്റ് ആണ് √-1 = I എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മളിനി കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ളതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയൊന്ന് നോക്കിക്കേ. നമുക്ക് എപ്പോഴാണ് x² + 1 = 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം.
ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ പറയുവാണ്. ഇപ്പോൾ x² + 1 = 0 ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നത് സൊല്യൂഷനിലേക്ക് എത്തുന്നത്. സോ ഈ ഒരു സൊല്യൂഷനിലേക്ക് വരണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് വേണം? x = √−1, അതായത് ഇങ്ങനെ വരും x². ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? x² = -1. സോ x √−1, ദാറ്റ് ഈസ് -1ന് ഇതുവരെ വാല്യൂസ് ഒന്നും നമുക്ക് പ്രത്യേകിച്ചില്ല. സോ മൈനസും കൂടെ 1 ആണ്, √1 ആണ്, നമുക്ക് 1 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ √−1 ആണ്. സോ ഇതിനെ നമുക്ക് i എന്ന് ഡിനോട്ട് ചെയ്യാം. i എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനും ഇപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു റിയൽ പാർട്ടും ഉണ്ട്, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ട് എന്നാണ് വെക്കുക. ഇപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കും ഒരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ട്. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇസഡ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഇസഡ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇസഡ് = a + i × b ഇങ്ങനെയാണ് വരുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു വന്ന ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോപ്പർട്ടീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിരിക്കും, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഇതിൻ്റെ ഡിവിഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ്, 2 കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യും, അല്ലെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിനെ മൈനസ്, അതായത് സബ്സ്ട്രാക്ഷൻ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഓരോ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് ബേസിക് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതുമാണ് ഇതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമ്മൾ ഇതായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ z = a + ib എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഇസഡ് a ആൻഡ് b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഇതിൽ റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. i എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇതിന് 2 ഇതുണ്ട്. a എന്ന് പറയുന്നത് അതായത് റിയൽ പാർട്ടും ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ = റിയൽ പാർട്ട് + ഇമാജിനറി പാർട്ട്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, നമ്മളിപ്പം 2 എഴുതി കഴിഞ്ഞാൽ ശരിക്കും 2നും അതുപോലെ തന്നെ ഒരു ശരിക്കും 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 + 0 i എന്ന് പറഞ്ഞ് എഴുതാം. കാരണം ഇവിടെ 2ൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 0 × i ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നില്ല. 0 × i എന്ന് പറയുമ്പോൾ അത് 0 ആയിപ്പോൾ. സോ ഇവിടെ 2 എന്ന് വരും. അപ്പോൾ എല്ലാ നമ്പേഴ്സിനും നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഇതുണ്ടെന്ന് നമ്മളിവിടെ കരുതുകയാണ്. കാരണം ഇപ്പോൾ 2നുണ്ട്, 2 + ഇപ്പോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തൊരു ഇമാജിനറി പാർട്ട് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം സോ ഇങ്ങനെ വന്നിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ടും ഉണ്ട്, ഒരു ഇമാജിനറി പാർട്ട്, അതായത് കോമ്പിനേഷൻ ഓഫ് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ടായിരിക്കും വരുന്നത്. ഇതിൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും വരുന്നത്. ഇമാജിനറി പാർട്ട് വരുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? i ചേർത്തായിരിക്കും. iയുടെ ഒരു ടേമും കൂടെ ഉണ്ട്. i എന്ന് പറയുന്നത് എന്താണ്? i എന്ന് പറയുന്നത് √−1 ആയിരിക്കും. എപ്പോഴും ഓർത്തോണം, i = √−1. സോ ഈ ഒരു മൈനസ് വാല്യൂ റൂട്ടിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് i എന്ന് പറയുന്ന ഒരു ടേം തന്നെ നമുക്ക് ഇതിലേക്ക് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇനി ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഉള്ള ഇതിലേക്ക് കടക്കുന്നത്. സോ ഇനിയും ഇതിൽ ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ z = 2 + 3i, പിന്നെ z = 5 - 2i. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് z = എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ് ഫോർമാറ്റ്? a + i × b. ഇവിടെ a - i × b. ഇങ്ങനെയായിരിക്കും വരുന്നത്.
സോ നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ മെസ്സേജ് ഇടുക. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ആദ്യം ഇപ്പം ഞാൻ ജസ്റ്റ് നമ്പേഴ്സിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു, എന്തൊക്കെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇസഡ് ഈസിക്കൽ ടു. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസഡ് ഈസിക്കൽ ടു എ പ്ലസ് ഐ ബി, ഈ ഒരു ഫോമിലുള്ളതാണ് നമുക്ക് വരുന്ന കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടില്ല, കാരണം ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഞാനിവിടെ ഇപ്പം 2-3 രീതിയിലുള്ള, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ടൈപ്സ് ഓഫ്, അതായത് ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് വരും എന്നുള്ള രീതിയിൽ എഴുതാം. കോംപ്ലക്സ് നമ്പേഴ്സ് ഇപ്പം ഒരെണ്ണം ഞാൻ എഴുതി, ഇങ്ങനെ വരും 2 + i × 3. പിന്നെ സെക്കൻഡ് -1 + i × √3. മൂന്നാമത് 4 + i × -1/11. അപ്പം ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഏതൊക്കെ രീതി വരാം? 2 + i × 3. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ റിയൽ പാർട്ട്, i × 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമാജിനറി പാർട്ട്. ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ -1 എന്ന് പറയുന്നത് റിയൽ പാർട്ട് വരും, i × √3 എന്ന് പറയുന്നത് അതിൻ്റെ ഇമാജിനറി പാർട്ട് വരും. അതായത് i എന്ന് പറയുന്ന ടേമിൻ്റെ കൂടെ എന്താണോ വന്നിരിക്കുന്നത് അതായിരിക്കും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. റിയൽ പാർട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് കാണുന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ അതാണ് റിയലും ഇമാജിനറിയും കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഏതാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്? -1 × 11 × i. ഇനിയും നമ്മളൊരു പറയാൻ പോകുന്നത് Z1. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെ Z1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക A + × IB. ആൻഡ് Z2 = C + I × D. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ നമുക്ക് ഈക്വൽ ആണെങ്കിൽ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് A = C ആയിരിക്കും വരുന്നത്. അതായത് റിയൽ പാർട്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇമാജിനറി പാർട്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഫോർ ദ കോംപ്ലക്സ് നമ്പർ Z = I + B, A + IB, A is called a real part. ഇവിടെ Z1 എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു, Z2 എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു. അപ്പോൾ ഇത് തമ്മിൽ രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇത് തമ്മിൽ ഈക്വൽ ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ വിചാരിച്ചോണം റിയൽ പാർട്സ് ഈസ് ഈക്വൽ. നമുക്കിങ്ങനെ ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. A = C എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. A = C. അതേപോലെ തന്നെ ഇമാജിനറി പാർട്സും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ഇപ്പം തന്നെ ചെയ്യാം. ഇമാജിനറി പാർട്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. സോ ഇവിടെ റിയൽ പാർട്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടുത്തെ എയും ഇവിടുത്തെ സിയും തമ്മിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. സോ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? IB = ID. ഇത് ഇമാജിനറി പാർട്ട് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം.
അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് നമ്പേഴ്സ് തരും. ഫസ്റ്റ് ശ്രദ്ധിച്ചോണം, രണ്ട് നമ്പേഴ്സ് തന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇഫ് 4x plus I into 3x minus y is equal to 3 plus I into minus 6. Find the values of x and y. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ഇപ്പോൾ എക്സാമിന് വരുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തല്ലേ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ നോക്കുമ്പോൾ ഇതെന്താണ് 4x പ്ലസ് ഐ ഇൻറ്റു, അപ്പോൾ ഐയുടെ ടേം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതൊരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ കണ്ടോ ഈക്വൽ എന്ന് പറയുന്ന ഒരു സൈൻ വന്നിട്ടുണ്ട്. അതായത് ഈ നമ്പർ Z1 എന്ന് പറയുന്നത് Z2 എന്ന് പറയുന്ന ഒരു നമ്പർ, ഇതൊരു കോംപ്ലക്സ് നമ്പർ, ഇത് ഒരു കോംപ്ലക്സ് നമ്പർ, ഇത് തമ്മിൽ ഈക്വൽ ആണ്. സോ ഇവിടെ കുറച്ച് കോഎഫിഷ്യൻസും ഉണ്ട്. അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഇത് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അപ്പം നമുക്ക് ഇഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റിയൽ പാർട്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് റിയൽ പാർട്സ്, സെക്കൻഡ് ഇക്വേറ്റ് ഇമാജിനറി പാർട്ട്. ഈസി അല്ലേ? അതായത് നമുക്ക് ഈക്വൽ ചെയ്യാം. ഏതൊക്കെ തമ്മിൽ? അതായത് 4x ഈസ് ഈക്വൽ ടു 3 എന്ന് ചെയ്യാം. ഞാനത് ഇങ്ങോട്ടേക്ക് ചെയ്യാണ്. 4x ഈസ് ഈക്വൽ ടു 3. അതായത് റിയൽ പാർട്സിനെ എടുത്ത് ഞാൻ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. 3/4 എന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് എന്താണ്? ഇമാജിനറി പാർട്ട് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3x മൈനസ് y ഈസ് ഈക്വൽ ടു -6. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യാം? എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ 3 ഇൻറ്റു 3/4 മൈനസ് y ഈസ് ഈക്വൽ ടു -6. സോ ഇവിടെ 9/4 വരും, മൈനസ് y ഈസ് ഈക്വൽ ടു -6. ഇനി മൈനസ് y ഈസ് ഈക്വൽ ടു -6 മൈനസ് 9/4. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 4 മൈനസ് 6 ഇൻറ്റു 4 24, 24 മൈനസ് അപ്പോൾ -24 മൈനസ് 9/4. അപ്പം മൈനസ് y ഈസ് ഈക്വൽ ടു -33/4 വരും. ദാറ്റ് ഈസ് ഇവിടെ x ഈസ് ഇവിടെ y ഈസ് ഈക്വൽ ടു 33/4 വരും. സോ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഒരു കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നു. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ കൂടെ രണ്ട് ടേംസ്, അതായത് ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും ഉണ്ട്. സോ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഈക്വൽ മീൻസ് ഇവിടെ ഒരു ഈക്വൽ സൈൻ വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും എല്ലാം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ റിയൽ പാർട്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ റിയൽ പാർട്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. 4x = 3 എന്ന് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. അതേപോലെ തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇമാജിനറി പാർട്ട് എടുക്കുക. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ i ഇൻറ്റു, ഇവിടെ വരുമ്പോൾ i ഇൻറ്റു 3x മൈനസ് y = i ഇൻറ്റു -6 എന്നാണ് വരേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റെപ്പും കൂടെ എഴുതിയേക്കാം. i ഇൻറ്റു 3x മൈനസ് y = -6 ഇൻറ്റു i. അപ്പോൾ നമുക്ക് ഈ i കോമൺ ആയിട്ട് കട്ട് ചെയ്യും. ബാക്കി തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ കിട്ടും. വളരെ 1 മിനിറ്റും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്.
ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഫോമിലാണ് വരുന്നത്. അപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പം ഞാൻ ജസ്റ്റ് എഴുതി പോയതാണ്. എ മൈനസ് ഐ ബി എന്നുള്ള ഫോം വരില്ല, കാരണം എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലാണ് വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ചിലപ്പോൾ മൈനസ് ആണ് വരുന്നതെങ്കിൽ, ഇപ്പം നമുക്ക് മൈനസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നെഗറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കും. അതായത് ബി ഈസ് ഇക്വേറ്റ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു രീതി എടുക്കും. എപ്പോഴും എ പ്ലസ് ഐ ബി ഉള്ള ഇതിലാണ് എടുക്കുന്നത്. നോക്കട്ടെ, ഞാൻ എപ്പോഴും ഇത് ഇസഡ് ഈസിക്കൽ ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് ഐ ഇൻറ്റു ബി എന്നാണ് ശരിക്കും നമ്മുടെ ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പം എ ഈസിക്കൽ ടു എന്ത് വരും, എ ഈസിക്കൽ ടു 5 വന്നു, ബി ഈസിക്കൽ ടു -2 എന്നാണ് വന്നത്. ശരിക്കും ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി ആണ്, പക്ഷേ ഇവിടെ ബിയുടെ വാല്യൂ എന്താണ്, -2 വന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതായത് എ പ്ലസ് ഐ ബി എന്ന് ഉദ്ദേശിക്കുന്ന റിയൽ കോംപ്ലക്സ് നമ്പർ ഈസ് ഈക്വൽ ടു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും കൂടെ ആഡ് ചെയ്യുന്നു, അതുകൊണ്ടാണ് പ്ലസ് വരുന്നത്. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടെ ആഡ് ചെയ്ത് വരുന്നു ഉള്ള അർത്ഥത്തിലാണ് അങ്ങനെ വരുന്നത്. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഈ പ്രോപ്പർട്ടീസ് പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഇപ്പം എക്സാമിന് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് നമുക്ക് ആ രീതിയിൽ വരുമ്പം നിങ്ങൾക്ക് മിസ് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോപ്പർട്ടിയോടെ പറയുന്നത്. അതായത് കോംപ്ലക്സ് നമ്പറിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന അതിൻ്റെ അഡീഷൻ എന്താണെന്ന് നോക്കാം. അഡീഷൻ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ തന്നെയാണ് നമുക്ക് Z1 എന്ന് പറയുന്നത് എ പ്ലസ് ഐ ഇൻറ്റു ബി ആണ്. Z2 എന്ന് പറയുന്നത് വേറൊരു കോംപ്ലക്സ് നമ്പറാണ്, സി പ്ലസ് ഐ ഇൻറ്റു ഡി ആണ്. ഇത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ Z1 + Z2 എങ്ങനെയായിരിക്കും ചെയ്യുക, Z1 + Z2 എങ്ങനെയായിരിക്കും ചെയ്യുക. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ റിയൽ പാർട്സ് തമ്മിൽ ആഡ് ചെയ്യാം. റിയൽ പാർട്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ പ്ലസ് സി, ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യാം. ഐ കോമൺ എടുത്തിട്ട് ബി പ്ലസ് ഡി. അതായത് ഈ റിയൽ പാർട്സ് എയും സിയും ആഡ് ചെയ്തു, പ്ലസ് ഐ ഇൻറ്റു ഐ കോമൺ എടുത്തു. ശരിക്കും ഐ ബി പ്ലസ് ഐ ഡി ആണ്, അതിൽ ഐ ഞാൻ കോമൺ ആയിട്ട് എടുത്തു, ഐ ഇൻറ്റു ബി പ്ലസ് ഡി എന്ന് വരും. ദാറ്റ് മീൻസ് നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ്, വെൻ വി ആർ ആഡിങ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്, നമുക്ക് കിട്ടുന്ന ആൻസറും ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. എന്നിട്ട് ഞാനൊരു എക്സാമ്പിൾ ചെയ്യാം. 2 + i ഇൻറ്റു 3 Z1 and Z2 is equal to -6 + i ഇൻറ്റു 5. സോ Z1 + Z2 ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം റിയൽ പാർട്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതേതാണ്, 2ഉം -6ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പം 2 + -6 പ്ലസ് ഐ കോമൺ ആക്കി എടുക്കുക, ഇമാജിനറി പാർട്സ് തമ്മിൽ ആഡ് ചെയ്യുക, 3 + 5. സോ ഇത് എങ്ങനെ വരും, 2 + -6 എന്ന് പറയുമ്പോൾ 2 - 6 ആവും. അതായത് 2 + 6 എന്ന് 2 + -6 ആകുമ്പോൾ വലത്തിൽ നിന്ന് ചേർത്ത് കുറച്ച് വലതിൻ്റെ സൈൻ വരും, അതായത് -4 വരും, പ്ലസ് ഐ ഇൻറ്റു 8. സോ നമ്മുടെ ആൻസർ -4 + 8 ആയി, അല്ലെ ഐ ഇൻറ്റു 8.
സോ ഇത് എപ്പോഴാണോ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത് നമുക്ക് അപ്പോൾ കിട്ടുന്ന ആൻസറും ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ, അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറും ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേര് ക്ലോഷർ ലോ എന്നാണ്. ഇത് ക്ലോഷർ ലോ. നമുക്ക് ചിലപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തരിക. അപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പം PSC എക്സാംസിന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മളോട് ഇപ്പോൾ ഒരു ട്രൂ ഓർ ഫോൾസ് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറയുമ്പം ഇത് ക്ലോഷർ ലോ ഒബേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു 4 കണ്ടീഷൻ തരിക. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് റിഗാർഡിങ് ദിസ് കോംപ്ലക്സ് നമ്പർ അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് അഡീഷൻ ക്ലോഷർ ലോ ഒബേ ചെയ്യുന്നു അല്ലെങ്കിൽ ഒബേ ചെയ്യുന്നില്ല, അങ്ങനെ 4 കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടീസ് പറഞ്ഞു പോകുന്നത്. അതൊരു കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ ക്ലോഷർ ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണേൽ ഇപ്പം തന്നെ പഠിച്ചു പോവാം. ദാറ്റ് മീൻസ് ഇപ്പോൾ രണ്ട് സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സെയിം ഇത് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഇപ്പം കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറാണ് വീണ്ടും അവിടെ കിട്ടുക. സോ ഇത് ക്ലോഷർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. ക്ലോഷർ ലോ. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ കമ്മ്യൂട്ടേറ്റീവ് ലോ. ഈ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ 1 + 2 = 3 ആണ്. ഇതിനെ നേരെ തിരിച്ചെഴുതിയാലോ, 2 + 1 എന്ന് എഴുതിയാലും എനിക്ക് ആൻസർ 3 ആണ് കിട്ടുന്നത്. അതായത് ഓർഡർ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1നെ 2 കൊണ്ട് ഇങ്ങനെ ആഡ് ചെയ്താലും 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. സോ അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. കമ്മ്യൂട്ടേറ്റീവ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ സെയിം കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിലും നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ Z1 ഒരു നമ്പർ എടുത്തു, Z2 ഒരു നമ്പർ ആണെങ്കിൽ Z1 + Z2 നമുക്ക് ആൻസർ കിട്ടും, Z2 + Z1 കിട്ടും. അപ്പോൾ രണ്ട് സെയിം ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കണമെങ്കിൽ ഇപ്പം നമ്മൾ പ്രീവിയസ്ലി ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതായത് Z1 + Z2 നമുക്ക് -4 + I × 8 കിട്ടി. ഇത് തന്നെ Z2 + Z1 ചെയ്താലും നമുക്ക് ഈ സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഏതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് അഡീഷൻ, കോംപ്ലക്സ് നമ്പർ addition is commutative. Okay. അടുത്തത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ദ അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ Z1 3 നമ്പർ എടുക്കുക, Z2 Z3 ഇത് മൂന്നും കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ Z1 + Z2 Z1 + Z2 + Z3 = Z. ദാറ്റ് മീൻസ് നമുക്ക് 3 നമ്പേഴ്സ് തന്നു. ഇപ്പം 1 2 3 എന്ന് പറയുന്ന 3 നമ്പർ തരുവാണെങ്കിൽ ഇവിടെ 1 നമ്മൾ +2 + 3 ഇപ്പോൾ ബ്രാക്കറ്റ് ഇട്ടു. അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ 3 + 2 5 + 6 കിട്ടും. സിമിലർലി നമുക്ക് ഇതുപോലെ ചെയ്യാം, 1 + 2 + 3 ഇത് 6 വരും.
അതായത് ഇതിനെ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് ലോ എന്നാണ് പറയുന്നത്. അതായത് മൂന്ന് നമ്പേഴ്സ് തമ്മിൽ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും സെയിം ആൻസർ ആണ് വരുന്നത്. ഇപ്പോൾ മൂന്ന് നമ്പേഴ്സാണ്, അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ ഇപ്പോൾ ബ്രാക്കറ്റ് ഇട്ടു, പക്ഷേ അഡീഷൻ്റെ കേസിൽ എപ്പോഴും ഇത് ഈക്വൽ തന്നെയായിരിക്കും വരുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അസോസിയേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. നമുക്കറിയാം എല്ലാത്തിനും ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അഡിറ്റീവ് ഇൻവേഴ്സ് ഇപ്പോൾ വണ്ണിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് നമ്മൾ -1 എന്ന് പറയുന്നത്. അപ്പോൾ 1 + -1 ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് വരുന്നത്. സോ അതേപോലെ തന്നെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിലും. ഇപ്പം Z + -Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ A + I × B = അല്ലെ പ്ലസ് ചെയ്തു, നമുക്ക് എന്താണ് -A - I × B ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -2. അപ്പോൾ 2 + -2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിനൊരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് ഒരു നമ്പറിൻ്റെ കൂടെ അതിൻ്റെ സെയിം അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 0 ആണ്. അപ്പോൾ അതാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ ആ സിമിലർ കേസാണ് ഇവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസ്. അതായത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് വാല്യൂ കോംപ്ലക്സ് നമ്പറിൻ്റെ നമ്മൾ, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് നെഗറ്റീവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും കിട്ടുന്നത്. സോ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിലും ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം 4 പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചത്. അസോസിയേറ്റീവ് ലോ ഉണ്ട്, പിന്നെ ഇതിൻ്റെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്, പിന്നെ അഡീഷൻ, ക്ലോഷർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 റൂൾസാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞത് ജസ്റ്റ് അഡീഷൻ്റെ കാര്യം മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ അഡീഷൻ്റെ പ്രോപ്പർട്ടീസുമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും നമുക്ക് ചെയ്യാനുള്ളത്, ഇനി നമ്മൾ ഇതിൻ്റെ സബ്സ്ട്രാക്ഷൻ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ നമ്മളിപ്പം ടോപ്പിക്സ് ഒന്നും പഠിച്ചിട്ടില്ല, ജസ്റ്റ് ഇതൊന്ന് എന്താന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്.
ഇത് സിംപ്ലിഫൈ എന്ന് പറഞ്ഞ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തേക്കുന്നത് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആക്ച്വലി. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് ആയിട്ടില്ല എങ്കിലും ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഈ ഒരു ക്വസ്റ്റ്യന് കുറച്ച് ഇതാക്കി ആദ്യം തന്നെ എടുത്തതെന്നേ ഉള്ളൂ. സോ ഇത് സിംപ്ലിഫൈ എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പോൾ നോക്കി, ഇത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇത് നോക്കിയാൽ മനസ്സിലാവും. അതായത് Z1 എന്ന് പറയുന്നത് 3 + 4i, Z2 എന്ന് പറയുന്നത് 2 - i. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇത് ഒന്ന് ജസ്റ്റ് നോക്കാം എന്താണ് ഉള്ള മൾട്ടിപ്ലിക്കേഷൻ. വീണ്ടും ഒന്നുകൂടെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലം ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 3 + 4i × 2 - i. ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പം a - b × c - d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് എന്താണ്? എ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിന് ഈ ഒരു എ വെച്ചിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യും. പിന്നെ അതിനുശേഷം ബി വെച്ചിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. എന്നിട്ട് എല്ലാം കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ വന്നിട്ട് ഫസ്റ്റ് 3 എന്ന് പറയുന്ന നമ്പറിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 3a - i വെച്ച് ചെയ്തു. പിന്നെ 4i വെച്ചിട്ട് 2നെ ചെയ്തു. പിന്നെ 4i വെച്ചിട്ട് -i ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് തമ്മിൽ എല്ലാം കൂടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നു കഴിയുമ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് 3 × 2 plus 3 × -i plus 4i × 2 plus 4i × -i. ഇതിനെ എങ്ങനെ ചെയ്യാം? 6 plus 3 × -i എന്നാണ് പറയുന്നത്. 3 × -i നമുക്ക് -3i എന്ന് എഴുതാം. പ്ലസ് 4i × 2 8i. പിന്നെന്താണ്? 4 × i², അതായത് -i ആണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ -i × 4i. സോ -4i². ഇനി ഇതിൽ നോക്കിക്കേ, 6 പ്ലസ് ഇവിടെ ഒരേ ടേം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒരേപോലെ ഇരിക്കുന്ന ടേമിനെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഇവിടെ -3i + 8i ഉണ്ട്. അപ്പോൾ -3i + 8i എന്ന് പറയുമ്പോൾ ഇത് വലുതിൽ നിന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ സൈൻ. അപ്പോൾ 6 + 5i - 4 × i². ഇനി അതൊരു പ്രത്യേക ഒരു ഇതാണ്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് എഴുതുവാണ്. √-1 = i. അങ്ങനെയാണെങ്കിൽ i² എന്താണ്? i², അതായത് √-1 എന്ന് പറയുന്നത് i ആണ്. അങ്ങനെയാണെങ്കിൽ i² എന്ന് പറയുന്നത് ഈ റൂട്ടിനെ നമ്മൾ സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താണ്? ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. അപ്പോൾ എപ്പോഴും നിങ്ങളത് ശ്രദ്ധിച്ചോണം. i² വാല്യൂ ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കുക. i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആയിരിക്കും. i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √-1 ആയിരിക്കും. സോ i² = -1. സോ ഇവിടെ വന്നിട്ട് 6 + 5i - 4 × i²ന് എനിക്ക് എന്ത് കൊടുക്കാം? -1 എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 + 5i + 4. ഇതിനെ വേണേൽ 10 + 5i എന്ന് എഴുതാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് വേണ്ട എന്താണ്? ഇതിനെ ഒന്ന് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എന്താണ്? സ്പീഡ്, നമ്മുടെ സ്പീഡാണ് ഇവിടെ വേണ്ടത്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പെട്ടെന്ന് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഇതാണ്, സ്പീഡാണ് ഇവിടെ വേണ്ടത്. കാരണം 1 മിനിറ്റിനുള്ളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തെടുക്കണം.
പിന്നെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ അത് നമ്മൾ ചില കേസസിലൊക്കെ ഒന്ന് രണ്ട് നിങ്ങൾ നേരത്തെ മാത്സിൽ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ മോഡുലസ് എന്ന് പറയും. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടിൻ്റെയുടെ കോമ്പിനേഷൻ ആണല്ലോ. സോ അങ്ങനെ വരുമ്പോൾ ഇസഡ് = -3 + 4i ആണ് ഇതിൻ്റെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. മോഡുലസ് = √(-3)² പ്ലസ് അതായത് ഈ ഉള്ള റിയൽ പാർട്ടിന് ഈ നമ്പറും ഇതും തമ്മിൽ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ -3യുടെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ. ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡ് എന്ന് പറയാം. മോഡുലസ് എന്നാണ് പറയുന്നത്. നമ്മൾ ചിലപ്പം മോഡ് എന്ന് പറഞ്ഞ് നമുക്ക് വേണേൽ സിംപ്ലിഫൈ ചെയ്ത് പറയാം. നെക്സ്റ്റ് വന്നിട്ട് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സൈൻ മാറ്റുന്നതിനാണ് നമ്മൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം 5 - 7i കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് സൈൻ അങ്ങ് പ്ലസ് ആയി മാറും. അല്ലെങ്കിൽ പ്ലസ് സൈൻ ആണെങ്കിൽ അതെന്താണ് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇത് അഡീഷനോ അങ്ങനെ ഇങ്ങനെ മൈനസ് അല്ലെ പ്ലസ് വന്നെങ്കിൽ മാത്രം കോൺജുഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ചിലപ്പോൾ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിനെ വന്നേക്കുന്നത് നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് 5 - 7i ചെയ്യുവാണെങ്കിൽ ഇൻറ്റു ഈ കോംപ്ലക്സ് നമ്പേഴ്സൊക്കെ ആൻസറായിട്ട് വരുന്ന കേസിൽ 5 + 7i കൂടെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് a + b × a - b ഫോമിൽ എഴുതാം. അതായത് a² - b². ഈ രീതിയിൽ എഴുതിയെടുക്കാൻ വേണ്ടി ഇതിൻ്റെ കോൺജുഗേറ്റ് വെച്ച്, അതായത് നമുക്കൊരു കംപ്ലീറ്റ് ആൻസർ പെർഫെക്റ്റ് ആൻസറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കോൺജുഗേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒന്നും വിചാരിക്കേണ്ട. 5 - 7i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 5 + 7i. ഇപ്പോൾ 4 + 3i ആണെങ്കിൽ അതായത് 4 - 3i ആണ് ഇതിൻ്റെ കോൺജുഗേറ്റ്. അപ്പോൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ആൻസറിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്രസ് 1/3 - 4i സ്റ്റാൻഡേർഡ് ഫോമാറ്റിലോട്ട് ആക്കാനെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് 1/3 - 4i എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് ചിലപ്പോൾ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂമറേറ്ററിൽ നമുക്ക് ഈ 3 - 4i ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ 1/3 - 4i കിടക്കുന്നത്. അപ്പോൾ 3 - 4iയുടെ കോൺജുഗേറ്റ് വെച്ചിട്ട് 3 + 4i നമുക്ക് ഡിനോമിനേറ്റർ മാത്രമല്ല ന്യൂമറേറ്ററിലും മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അല്ലെങ്കിൽ എന്താണ് ഇവിടെ മാത്രം മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ, അതായത് ശരിക്കും ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഡിവിഷൻ നടത്തണം. അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ മൊത്തം ചേഞ്ച് ആവും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പം ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ അതിനെ എന്താണ് ഡിവിഷനും ചെയ്യണം. സോ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 + 4i / ഇതിനെ നമുക്ക് a - b × a + b അല്ലെങ്കിൽ a² പ്ലസ്, അതായത് ഈ z ഇതിൻ്റെ താഴെ നമുക്ക്
ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ 25 വരും. പിന്നെ ഇവിടെ വന്ന ആൻസർ എന്താണ് 3 + 4i ഡിവൈഡ് ബൈ 25 വരുമ്പോൾ ഇതിനെ എന്താണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സബ്സ്ട്രാക്ഷൻ. ഇപ്പം ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞു പോയത്. ഇവിടെ സബ്സ്ട്രാക്ഷനാണ്, സബ്സ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പം അഡീഷൻ്റെ കേസിൽ എന്താണ് റിയൽ പാർട്സ് തമ്മിൽ ആഡ് ചെയ്തു. Z + Z1 + Z2 ചെയ്യുമ്പോൾ നമ്മൾ റിയൽ പാർട്സ് തമ്മിൽ ആഡ് ചെയ്തു, ഇമാജിനറി പാർട്സ് തമ്മിൽ ആഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്തത്. സബ്സ്ട്രാക്ഷനും ഏകദേശം അതുപോലെ തന്നെയാണ്. Z1 - Z2. അപ്പം ഒരു ക്വസ്റ്റ്യന് തരാം. Z1 എന്ന് പറയുന്നത് 6 + 3i ആണ്. Z2 = -2 + i ആണ്. അങ്ങനെയാണെങ്കിൽ Z1 - Z2 ചെയ്യണം. സോ ഇവിടെ ഞാൻ 6 + 3i -2 + i ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 6 - 2 പിന്നെ എന്താണ് +3i, ഈ മൈനസ് ഇങ്ങോട്ടേക്ക് പോയി, ബ്രാക്കറ്റിനുള്ളിലാണ്, അപ്പം -i വരും. സോ 4 + ഓക്കെ, ഇവിടെ 3i +i ആണല്ലോ വരുന്നത്. സോറി, ഇവിടെ ഇത് +2 ആണ്. 6 - 2 എന്ന് പറയുന്നത് 4 വരും. 4 ഇനി നമുക്ക് എന്താണ് അടുത്ത 3i മൈനസ് ക്വസ്റ്റ്യൻ വന്നിട്ട് 6 + 3i -2 - i എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 6 - 2 നമ്മൾ അതുപോലെ എഴുതി. അടുത്തത് എന്താണ് +3i ആണ്. +3i -i എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3i + i എന്ന് വരും. അതായത് 3i മൈനസും മൈനസും കൂടെ ഇവിടെ പ്ലസ് ആവും. അപ്പം 4 + 4i വരും. അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാം, സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഇങ്ങനെ പറയാം. അതായത് ഇത് ഒബേ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ക്ലോഷർ ലോ ഒബേ ചെയ്യുന്നുണ്ട്.
സോ ഇവിടെ Z1 മൈനസ് Z2 ചെയ്തുകൊണ്ടാണ് 4+4 ആയി വന്നത്. ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിലും നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ ഇപ്പം 2 - 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -2 ആയിരിക്കും വരുന്നത്. അതുപോലെ 4 - 2 വരികയാണെങ്കിലോ 2 ആയിരിക്കും വരുന്നത്. അതായത് ഒരു സൈൻ ഡിഫറൻസ് അവിടെ വരും. അതേപോലെ തന്നെയായിരിക്കും ഇവിടെയും നമ്മൾ ചെയ്യുമ്പോൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ 2 - 4 എന്ന് പറയുമ്പോൾ -2 വന്നു. 4 - 2 വരുമ്പോൾ 2 വരും. പക്ഷേ ആൻസർ സെയിം ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ Z1 - Z2 നമുക്ക് 4+4 ആയി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Z2 - Z1 എന്ന് പറയുന്നത് ഇതിനെ തന്നെ നമുക്ക് തിരിച്ച് ചെയ്യണം. തിരിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇത് ആൻസർ സെയിം ആയിരിക്കും. പക്ഷെങ്കിൽ നമുക്ക് എന്താണ് ഒരു സിമ്പലൂടെ വരും, മൈനസ് വെച്ചിട്ട് നമ്മളിതിനെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ ഒരു -4 - 4 ആയി വരും. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ മൈനസ് വാല്യൂ വരും. അതുപോലെ വലിയ സംഖ്യയിൽ ചെറുത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വാല്യൂ വരുന്നത്. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് Z1 - Z2 ചെയ്യുമ്പോൾ നമുക്കിവിടെ 4+4 ആയി കിട്ടി. പക്ഷേ ഇത് നേരെ Z2ൽ നിന്നാണ് Z1 കുറയ്ക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ സെയിം തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മൈനസ് വെച്ച് അങ്ങ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടും. ഇതായിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് ചെയ്ത് നോക്കുവാണെങ്കിലും ഈ ആൻസർ ആയിരിക്കും വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്യുക. കാരണം ഓരോരുത്തർക്കും ഓരോ ഇതിലായിരിക്കുമല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. സോ നിങ്ങൾ അത് ഒന്ന് ചോദിക്കുക. എന്ത് ഡൗട്ടാണേലും നിങ്ങൾ മെസ്സേജായിട്ട് ഇടുക. (4+4) 8+2i ആർക്കോ കിട്ടിയിട്ടുണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യന് ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ്, കുറച്ച് ടഫാണ്. ടഫ് എന്ന് പറയുമ്പം ജസ്റ്റ് നമുക്ക് ചെയ്യുമ്പം നമ്മൾ റിയൽ പാർട്ടും ഇമാജിൻ പാർട്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തേക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കൊരു ഇതുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എന്നാലും നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, -5i ×
1 divided by 8 i. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? എ പ്ലസ് ഐ ബിയിലേക്ക് ആക്കണം. അതായത് കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റണം. സോ ഇത് എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം -5i ഇൻറ്റു 1 ഡിവൈഡ് ബൈ 8 ഇൻറ്റു ഐ. അപ്പോൾ ഇതെന്താണ്? ഒരു മൾട്ടിപ്ലിക്കേഷനാണിത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം? -5 ഇൻറ്റു, നമുക്ക് എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഈ ഒരു കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വേണം. ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒക്കെ ഇവിടെ നോക്കിയേ, റിയൽ വാല്യൂസും ഉണ്ട്, ഇമാജിനറി വാല്യൂസും ഉണ്ട്. അപ്പോൾ ഇവിടെ -5ഉം 1/8ഉം റിയൽ പാർട്ട്. അപ്പോൾ അതിങ്ങനെ എടുക്കുക, ഇൻറ്റു, പിന്നുള്ള 2 ഐ ആണ്. അപ്പോൾ ഐയുടെ സ്ക്വയർ. അപ്പം -5 ഡിവൈഡ് ബൈ 8 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ വാല്യൂ √(-1). സോ ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1. സോ 5/8. 5/8 കിട്ടി. അപ്പോൾ റിയൽ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ, നമുക്ക് ഇമാജിനറി പാർട്ട് ഇല്ല. ഇമാജിനറി പാർട്ട് മീൻസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇമാജിനറി പാർട്ട് ഉണ്ട്. നമ്മളിങ്ങനെ എഴുതും 0i. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എല്ലാ നമ്പേഴ്സിനും ഒരു ഇമാജിനറി പാർട്ടുണ്ട്, പക്ഷെ നമ്മളത് എഴുതുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ 5/8 എന്ന് പറഞ്ഞ് റിയൽ പാർട്ട് മാത്രമേ ഇവിടെ കിട്ടിയുള്ളൂ. സോ അതിൻ്റെ കൂടെ ഒരു ഇമാജിനറി പാർട്ടുണ്ട്, അതാണ് നമ്മളിവിടെ 0 ഇൻറ്റു ഐ എന്ന് പറഞ്ഞ് എഴുതിയത്. ഇത് ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അങ്ങനെ അത് നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാനെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. നമുക്കൊരു കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് മാറ്റണം. അപ്പം അത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. -i ഇൻറ്റു 2i ഇൻറ്റു -1 ഡിവൈഡ് ബൈ 8 i ക്യൂബ്. നോക്കിക്കേ, ഇവിടെ -i ഇൻറ്റു 2 ഇൻറ്റു ഐ, പിന്നെ ഒരു ബ്രാക്കറ്റിനുള്ളിലാണ് -1 ഡിവൈഡ് ബൈ 8 ഇൻറ്റു ഐ ദ ഹോൾ ക്യൂബ്. ഇതിനെ എക്സ്പ്രസ് ഇൻ ദ ഫോം എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റണം, അതായത് കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം തന്നെ നോക്കിക്കേ, റിയൽ പാർട്സ് എല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. റിയൽ പാർട്സ് ഇതിൽ ഏതൊക്കെ കിടക്കുന്നത്? 2 ഇങ്ങനെ എടുത്തു, പിന്നുള്ളത് -1 ഡിവൈഡ് ബൈ 8 ഉണ്ട്, പിന്നെന്താ ഉള്ളത്? പിന്നെ നമുക്കിവിടെ വരുന്നത്, അപ്പം -1 ഡിവൈഡ് ബൈ 8 എന്ന് പറയുന്നതിന് ഒരു ഹോൾ ക്യൂബാണ്. പിന്നെ ഉള്ളത് എന്താണ്? ഇവിടെ ഒരു -i ഉണ്ട്, ഇവിടെ ഒരു i ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ -i സ്ക്വയർ ആവും, -i സ്ക്വയർ ആവും. പിന്നെ ഇവിടെ ഒരു i ക്യൂബ് ഉണ്ട്. അപ്പം -i സ്ക്വയർ ഇൻറ്റു i ക്യൂബ്. ശരിക്കും പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 8 ഇൻറ്റു 8 വരും. നമുക്ക് മേളിൽ എന്ത് വരും? ഈ i റേസ് ടു 2ഉം i റേസ് ടു 3യും കൂടെ വരും. ഈ മൈനസ് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ എന്താ വരും? ഇവിടെ നമുക്ക് ഒരു -1/8 ഇൻറ്റു 8 ഇൻറ്റു 8 എടുക്കാം. പിന്നെ ഇവിടുത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു -i ദ ഹോൾ സ്ക്വയർ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് i സ്ക്വയർ എന്ന് എടുക്കാം. ഇൻറ്റു i ക്യൂബ് എന്ന് പറയുമ്പോൾ -1 ആയിരിക്കും വരുന്നത്. That is
ഈ ഐ റേസ് ടു 3യും ഐ റേസ് ടു 2ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു വൈ, എ റേസ് ടു എക്സ് പ്ലസ് വൈ. സോ ഇവിടെ ഐ റേസ് ടു 5 വരും. ഈ ക്വസ്റ്റ്യന് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐയുടെ വാല്യൂസ് കുറച്ച് നമുക്ക് ഐ ക്യൂബ്, ഐയുടെ പവർ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും പഠിക്കും. അതായത് ഐയുടെ കൂടെ സ്ക്വയർ വന്നാൽ എങ്ങനെ വരും, ഐ ക്യൂബ് എങ്ങനെ വരും, അങ്ങനെ കുറച്ച് ഐ റേസ് ടു 4, ഐ റേസ് ടു 5 നമ്മൾ ഒന്നുകൂടെ പഠിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്യാം. അതായത് ഐയുടെ പവർ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വാല്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐ ക്യൂബൊക്കെ ചിലപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഐ ക്യൂബ്, ഐ സ്ക്വയർ, പിന്നെ ഐ റേസ് ടു 4, ഐ റേസ് ടു 5 ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂസ് ഐയുടെ പവറൂടെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഒന്നുകൂടെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ആൻസർ 1/256 ഇൻറ്റു ഐ എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഐ റിയൽ പാർട്ട് ഇവിടെ ഇമാജിനറി പാർട്ട് വന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഒരു 0 ഉണ്ടാവും. 0 ആയിരിക്കും എന്ത് നമ്മുടെ റിയൽ പാർട്ട്. ഇത് ഇമാജിനറി പാർട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് നിങ്ങൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇഫ് എ ഇസഡ് ഇസ് എ പ്ലസ് ഐ ബി, ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് -7 + 24i, അങ്ങനെയാണ് എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഇത് കുറച്ചുകൂടെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഇത് ഒന്നുകൂടെ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എന്താണ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുന്ന ഫോമിലായിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ അഡീഷൻ ആകുമ്പോൾ ഡയറക്റ്റ് നമ്മൾ റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക. സെക്കൻഡ് പറഞ്ഞ സബ്സ്ട്രാക്ഷൻ, അതിലും റിയൽ പാർട്ട് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, ഇമാജിനറി പാർട്ടും അതുപോലെ ചെയ്യുക. പിന്നെ പ്രോപ്പർട്ടീസാണ്, 4 പ്രോപ്പർട്ടീസാണ് മെയിനായിട്ട് ഒബേ ചെയ്യുന്നത്. പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അതായത് സിംപ്ലിഫിക്കേഷൻ പറഞ്ഞപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ അതുകൂടാതെ മൊഡ്യൂൾ എന്ന് പറയുന്ന മോഡ് വാല്യൂ നമ്മൾ ഇസഡിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഐയുടെ വാല്യൂ നമ്മൾ എടുക്കണ്ട, കൂടുള്ള വാല്യൂസ്, അതായത് -3 സ്ക്വയർ + 4 സ്ക്വയർ. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് അവർ നമ്മുടെ കോംപ്ലക്സ് എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റാനെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ മോഡ് വാല്യൂ എടുത്തു. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫോമിലേക്ക് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐയുടെ ഒരു പവർ ഉണ്ട്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കും. പിന്നെ അതിൻ്റെ കൂടെ എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്തതന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് അതായത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ സ്ക്വയർ, ഐ ക്യൂബ് ഇങ്ങനത്തെ വാല്യൂസ് വരുമ്പോൾ ഒരു ജനറലായിട്ടുള്ള ഫോം ഉണ്ട്, എന്താണ് വാല്യൂ വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് 2 ഇൻറ്റു നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ ഐ റേസ് ടു 2 ഐ സ്ക്വയർ ഇൻറ്റു ഐ ക്യൂബ് വരും. സോ ഐ റേസ് ടു 5 വരും. ഐ റേസ് ടു 5ൻ്റെ വാല്യൂ ഒരു പോസിറ്റീവ് ഐ എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസറിലേക്ക് വരും. സോ നമുക്ക് ഇതാണ് ഇന്നത്തെ ക്ലാസ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡൗട്ട്സ്
-2 + i മൈനസ് കോമൺ ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള അത് എനിക്ക് തോന്നുന്നു ഇത് ഡൗട്ട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഞാൻ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ്: 6 + 3i മൈനസ് പിന്നെ 2 - i എന്നുള്ള രീതി. അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇത് Z1, ഇത് Z2 ആണ്. Z1ൽ നിന്ന് Z2 കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താണ് മൈനസ് കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് എടുത്തതല്ല, ഇത് നമ്മുടെ സബ്സ്ട്രാക്ഷൻ്റെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തതിന് ഇത് ബ്രാക്കറ്റിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടാണ് ഇതിനെ ചെയ്യുന്നത്. സോ ഓക്കെ, നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.